രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുമതത്തിലേക്ക് മാറി. അതോടുകൂടി ചർച്ച് അമ്പലമായി, സ്വാഭാവികമായി പാസ്റ്റർ പൂജാരിയുമായി. ശുഭകരം. കാസയെ പിന്തുണയ്ക്കുന്നവരും കാസയാണെല്ലാം എന്ന് വിചാരിക്കുന്നവരും ഈ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപമാനിച്ച് ഉന്മൂലനം ചെയ്ത് നിഗ്രഹിച്ച് തകർത്ത് തരിപ്പണമാക്കിയാൽ, കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ സഖാവ് പ്രസംഗിച്ചതുപോലെ RSSകാരുടെ പിന്തുണയോടെ അങ്ങനെ പെയ്ഡായി പ്രവർത്തിച്ചില്ലാതാക്കിയാൽ നമുക്ക് ഒരു സ്വപ്ന രാജ്യം വരാനുണ്ട് എന്ന് മോഹിപ്പിച്ച് പാവം ക്രൈസ്തവരെ പറ്റിക്കുന്ന ഈ സമൂഹത്തോടു കൂടിയാണ് ഇത് പറയാനുള്ളത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായപ്പോൾ പ്രത്യാശയുടെ ഗീതികളായി പാടിയെങ്കിൽ, കാസയുടെ ഈ പെയ്ഡ് സർവീസ് അത് വളരെ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ശത്രുനിഗ്രഹത്തിൻ്റേതുമൊക്കെ ആണെന്ന് വിചാരിക്കുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്ന മതത്തോടോ ആ സമൂഹത്തോടോ യാതൊരു കൂറും താല്പര്യവുമില്ലാത്ത വിധം തികച്ചും നമ്മൾ സാധാരണ ഇലക്ഷൻ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നത് പോലെ പ്രചാരവേല ഏറ്റെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആ പ്രത്യയശാസ്ത്രത്തോടോ സ്ഥാനാർത്ഥിയോടോ ബാധ്യതയില്ലാത്തതുപോലെ, അല്ലെങ്കിൽ തങ്ങളുടെ ബാധ്യത വേറൊന്നാണെങ്കിലും പെയ്ഡായിട്ട് ഇവർക്ക് വേണ്ടി ചെയ്യാമെന്നതുപോലെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട കഥയാണ്, ചരിത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് വിവിധ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വാർത്തയായി വന്നു. സംഭവം ഉണ്ടായത് രാജസ്ഥാനിലാണ്. അതിൽ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചത്, മതം മാറിയതോ അതോ മാറ്റിയതോ? രാജസ്ഥാൻ ഇന്ത്യക്ക് വെളിയിലാണോ? മുഖ്യധാര തൽപര കക്ഷികളുടെ മൗനം കൊണ്ട് ചോദിച്ചതാണ്. അതായത് മുഖ്യധാരത്തിൽ നിൽക്കുന്ന മുഖ്യദ്വാരത്തിൽ എന്തിരിക്കുന്നു എന്ന് മണത്ത് നടക്കുന്ന കാസയെപ്പോലുള്ളവരാരും ഈ കഥ അറിഞ്ഞിട്ടേയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ മുഴുവൻ ജനങ്ങളും മാറിയപ്പോൾ ചർച്ച് അമ്പലമായി, അവിടുത്തെ പൂജാരി പാസ്റ്ററുമായി. ഇതൊരു മാതൃകയാണ്. ഈ മോഡൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടും. ആത്മാർത്ഥതയോടെ വിശ്വാസത്തിലൂന്നി ഹൃദയം കൊണ്ട് ബന്ധിതനായവൻ ഇനി അറുത്തിട്ടാലും അടി കൊണ്ടാലും ഇതിൽ നിന്ന് മാറില്ല. അവൻ അടി കൊള്ളുമ്പോഴും അവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ഉടയതമ്പുരാനെ വിളിക്കും. അല്ലാത്തതെല്ലാം പാഴ്ചീട്ട് പോലെ അങ്ങോട്ട് മാറും. രാജ്യസഭയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ മാറിയതുപോലെ കാസയുടെയും പലരും അങ്ങോട്ട് മാറും. പാസ്റ്റർ പൂജാരി ആയതുപോലെ ചിലപ്പോൾ നമ്മുടെ കെവിൻ പീറ്റർ സാറൊക്കെ കെവിൻ സ്വാമിയാകുന്ന കാലമൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ വാർത്തയും ഈ വാർത്തയുടെ പൊരുളും അകവുമൊന്നും നമ്മുടെ കാസയും മറ്റുള്ളവരും കണ്ടില്ല. അന്വേഷിച്ച് വിശദമായൊരു കുറിപ്പ് നമ്മുടെ മണിപ്പൂർ സംഭവത്തിലൊക്കെ ഇട്ടതുപോലെ എന്താണ് സംഭവിച്ചതെന്നും ഉള്ളതിനെക്കുറിച്ച് ഒന്ന് ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.